ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വസ്തുത നമ്മൾ നേരത്തെ പറഞ്ഞ തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. സ്വർണം കവർന്നു എന്നുള്ളത് വ്യക്തമായി, മോഷ്ടിച്ചു, ഇതൊക്കെ ഇളക്കി പുറത്തേക്ക് കൊണ്ടുപോയി. പിന്നീട് അത് എന്ത് ചെയ്തു? ആ സ്വർണം എങ്ങനെയാണ് ഈ കൊള്ളക്കാര്, ഈ മോഷ്ടാക്കള് ഉപയോഗിച്ചത്? അല്ലെങ്കിൽ അത് വിറ്റോ? അത് എങ്ങനെ വിറ്റു? അത് ഉരുക്കിയോ, ഉരുക്കി വിറ്റോ? ഇതൊക്കെ അറിയേണ്ട കാര്യങ്ങളാണ്. എങ്കിൽ മാത്രമേ ഈ കേസിൽ ഒരു സ്വാഭാവികമായ അന്ത്യമുണ്ടാവൂ, അതിന് തെളിവുകൾ ഉണ്ടാവൂ. എങ്കിൽ മാത്രമേ കുറ്റം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുകയുമുള്ളൂ. അതേസമയം തന്റെ ജാമ്യ ഹർജിയിലെ പത്മകുമാർ ഉന്നയിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അത് വളരെ കൃത്യവുമാണ്. അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യം, അതായത് ഇപ്പോൾ തർക്കവിഷയമായ തീരുമാനങ്ങൾ, സ്വർണം പുറത്തേക്ക് കൊണ്ടുപോയതുമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിന്മേലൊക്കെ തീരുമാനമെടുത്തത് ദേവസ്വം ബോർഡാ. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാല് പ്രസിഡന്റും 2 അംഗങ്ങളും അടങ്ങുന്നതാണ്. അപ്പൊ ഏത് തീരുമാനങ്ങൾക്കും, ബോർഡ് എടുക്കുന്ന ഏത് നിശ്ചയങ്ങൾക്കും ഒരു കൂട്ടുത്തരവാദിത്വമുണ്ട്. പ്രസിഡന്റിന് മാത്രമല്ല അതിന്റെ ഉത്തരവാദിത്വം, 2 അംഗങ്ങൾക്കും അതുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ട് തന്നെ മാത്രം പ്രതിയാക്കുന്നു, താൻ മാത്രം അറസ്റ്റിലാവുന്നു? പത്മകുമാർ ചോദിച്ച വളരെ ന്യായമായ ഒരു കാര്യമാണ്.